ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഒരു വെക്കേഷൻ കിട്ടിയ സമയത്തായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് നിർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായി. എന്ത് ചെയ്യണം, ആ ടച്ച് എല്ലാം വിട്ടുപോയി. കുറച്ച് ദിവസം ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. പിന്നെ ഇന്നങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നി. എഡിറ്റിങ്ങും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അതിനുള്ള മടിയൊക്കെ കൊണ്ടാണ് നിർത്തി വെച്ചത്. ഇത് സമയം കിട്ടത്തില്ല നമുക്ക്. ഈ മോർണിംഗ് ഡ്യൂട്ടി, PM ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുക. എന്തായാലും തുടങ്ങി കളഞ്ഞേക്കാന്ന് കരുതി വീണ്ടും തുടങ്ങുവാണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോസൊന്നും ഇല്ല, കുറച്ച് വീഡിയോസൊക്കെ ഉള്ളു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ലഞ്ചിന് നമുക്കൊരു ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ചെറുപയർ ഉപ്പേരി, മോര് കാച്ചിയത്, നെയ്മീൻ വറുത്തത്, അടിപൊളിയായിരിക്കും. പയർ കുക്കറിലിട്ട് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കിച്ചണിൽ കയറിയ 2 പേര് ഇവിടെ വന്ന് കാവൽ കിടക്കും കേട്ടോ. വേറൊന്നിനുമല്ല, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അച്ചിക്കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ കറിയെല്ലാം റെഡിയാക്കണം. ഇവിടെ അരി തിളയ്ക്കുന്നുണ്ട്. ചോറ് വേവാറായിട്ടുണ്ട്. ഇനി പയറുപ്പേരി വെക്കണം. അത് കഴിഞ്ഞിട്ട് മോര് കാച്ചണം. നെയ്മീൻ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഐസ് പോകാനായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മസാലയൊക്കെ പുരട്ടി വെക്കാം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കണം. രാവിലെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റ് ചായ കുടിച്ച് മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്ന് സമയം പോയി. സ്കൂളിൽ നിന്ന് പിള്ളേർ വരുന്നതിന് മുന്നേ ഇതെല്ലാം റെഡിയാക്കണം. മോര് കാച്ചിയതിനും പയറുപ്പേരിക്കുമുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെക്കാം. പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാം. ഇന്നെല്ലാം ഒരു തട്ടിക്കൂട്ട് കറിയാണ്. കുഴപ്പമില്ല, അവർക്കൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെ. എന്നും ചിക്കനും മട്ടനും ഒക്കെ വെക്കാൻ പറ്റുമോ? മോര് കാച്ചിയതുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. മോര് കാച്ചത്, ഒരു മീൻ വറുത്തത്. കിട്ടു കുഞ്ഞി, കിട്ടു കുഞ്ഞി, ഫുഡ് വേണോ? ഒരു കഷ്ണം മീനാണേ. ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചെറിയ കഷ്ണമാക്കണം. അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണമാണ്. ഇതൊന്ന് എനിക്ക് കുറച്ച് കറി വെക്കാനും എടുക്കണം, കുറച്ച് വറുക്കാനും എടുക്കണം. ഇത് ക്ലീൻ ചെയ്ത് ഞാൻ മുറിച്ചിട്ട് വരാതെ. മീൻ ക്ലീൻ ചെയ്ത് ഒരു 5-6 കഷ്ണം മീനുണ്ട്. എത്ര കഷ്ണമുണ്ട്? 3, 6, 9 കഷ്ണം മീനുണ്ട്. ഇത് നമുക്ക് വറുക്കാനെടുക്കാം. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് മീൻ മാറ്റി ഇതുപോലെ ബോക്സിലാക്കി വെച്ചു. അപ്പോൾ നാളത്തേക്ക് മീൻകറിയും വെക്കാം. ഇതെടുത്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ, നാളെ മീൻകറി വെച്ചെടുക്കാമല്ലോ. മീൻ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ പയറിൻ്റെ കാര്യം ഓർത്തത്. പയറിനകത്ത് വെള്ളം കുറവാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് വന്ന് കറക്റ്റ് സമയത്ത് ഓഫ് ചെയ്ത് ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കുക. വെള്ളം വറ്റിയായിരുന്നു.
ഇതിന് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. ഞാൻ ഓൾറെഡി അതിനകത്ത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് എണ്ണ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ തിരുമ്മി ഒരു 5 മിനിറ്റ് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഓക്കെ, ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. റെഡി. ഒരാൾ എഴുന്നേറ്റ് പോയി കേട്ടോ. ക്ഷമ നശിച്ച് പുള്ളി പോയി. അവൻ അവിടെ തന്നെ കിടക്കുക. പക്ഷെ അവനങ്ങനെ ഫുഡ് ചോദിക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ തീരെ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ വന്ന് നമ്മളെയൊക്കെ ഇടിക്കും. ഈ തല വെച്ചിങ്ങനെ ഇടിച്ചുകൊണ്ട് വരും. ഇപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് മോര് കാച്ചാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. പെട്ടെന്ന് കണ്ടു തീർക്കണ്ടേ. ഒരു സിമ്പിൾ മോര് കാച്ചിയതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഞാൻ പൊടിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. പെട്ടെന്ന് എടുത്തിടാമല്ലോ. എല്ലാം കഴിയുമ്പോൾ അടച്ചങ്ങ് വെച്ചാൽ മതി. ചോറ് വെന്ത്, ചോറ് ഞാൻ ഊറ്റി വെച്ച് കറിയൊക്കെ റെഡിയാക്കാം. കടുക് പൊട്ടി, കൊണ്ടിരിക്കുന്നു. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എല്ലാം എനിക്ക് കണക്കൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ഏകദേശ കണക്കിന് എല്ലാ കാര്യങ്ങളും. ചുവന്നുള്ളി, വെളുത്തുള്ളി നിങ്ങളൊക്കെ ഇടുമോ മോര് കാച്ചത്തിൽ? ഞാനിടും കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളി അരിഞ്ഞിട്ട് നോക്കിക്കാം. ഒരുവിധം നോക്കിയിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്തിരി മതി, എനിക്ക് ഒത്തിരി കളറൊന്നും ഇഷ്ടമല്ല. ഇനി മുളക് പൊടി കുറച്ച്. കുപ്പി ഇത് ഭരണി ചൂടായിപ്പോയി എടുത്തിരുന്ന്. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ഞാൻ മോരുകറി ഉണ്ടാക്കുന്ന ഇവിടെ അൽമറയുടെ ഒരു ഫുൾ ഫാറ്റ് മിൽക്കല്ല സോറി മോര് വേണ്ട ലബാനാണ് എടുത്തത്. ഫിഷ് ഞാൻ വെച്ചത് ഒരുവിധം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എടുത്ത് പുറത്ത് വയ്ക്കാം. കുഞ്ഞി ഫുഡ് വേണോ? ബാ അമ്മയുടെ കൂടെ വാ. ബാ അമ്മ ഫുഡ് തരാം. ഫുഡ് കഴിച്ചിട്ട് രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ. വാ കിട്ടു എണീക്ക്. ബാ ഫുഡ് തരാം അമ്മ. ബാ. ഇവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലേ ഇവരെന്നെ പണി ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. ഫുഡ് തീരാറായി. കുറച്ചിട്ട് കൊടുത്തേക്കാം. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ എളുപ്പത്തേക്കിടന്ന് ഉറങ്ങിക്കോട്ടെ. തിന്നോ? അവന് ഫുഡ് വേണ്ട കേട്ടോ. അവന് ഫുഡിനൊന്നും ആഗ്രഹമില്ല ഇപ്പോൾ. അവനിങ്ങനെ പ്രാവിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവിടെ പ്രാവ് വരുന്നുണ്ടോയെന്ന് അവൻ്റെ നോട്ടം. അങ്ങനെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പയറുപ്പേരി ഉണ്ടാക്കാൻ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാവട്ടെ. പയറ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഉപ്പേരി ആക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കാം. അതെ, എനിക്ക് ഈ യൂട്യൂബ് വീഡിയോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നോ, ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇതുപോലെ ചാനൽ ഇങ്ങനെ വീഡിയോയൊക്കെ പോസ്റ്റ് ചെയ്യാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും. ഞാനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ കുറച്ച് മടിയാണ്. പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം.
എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചില ദിവസം നല്ല കറികൾ വെക്കും, ചില ദിവസം ഇങ്ങനെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു ഉഴപ്പം കറിയൊക്കെ വെക്കും. പക്ഷേ ഇവരാരും ഒരു പരാതിയൊന്നും പറയത്തില്ല കേട്ടോ. ഹസ്ബൻഡ് ആയാലും മക്കളായാലും പരാതിയൊന്നുമില്ല. അവർ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇങ്ങനത്തെ ഉഴപ്പം കറികളല്ല കേട്ടോ. അവൾ അവിടുന്ന് ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നു. ഫ്രിഡ്ജിൽ ടിൻ ഫുഡ് ഉണ്ടാകും. ഇനി പുള്ളിയുടെ ലക്ഷ്യം അതാ. അമ്മ ഇപ്പം ഫുഡ് തരത്തില്ല കേട്ടോ, പിള്ളേർ കണ്ട എന്നെ വഴക്ക് പറയും, എപ്പോഴും ഫുഡ് കൊടുക്കുകയെന്നും പറഞ്ഞ്. തരത്തില്ല കേട്ടോ. ഒരു മൂത്തു. നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇടാം. ഒത്തിരി എരിവ് എനിക്ക് പറ്റത്തില്ല കഴിക്കാൻ. ഒത്തിരി എന്താണെന്നറിയത്തില്ല, എനിക്ക് എരിവ് കൂട്ടാനേ പറ്റില്ല. ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടു. ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ, എരിവും ഉപ്പും. പയർ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടില്ല. സാധാരണ ഞാൻ അങ്ങനെ ഇടാറില്ല. എനിക്ക് ചിലർ പറയത്തില്ലേ ഇതിൻ്റെയൊക്കെ കൂടെ ഇട്ടാൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പയറിൻ്റെ കൂടെ ഇട്ടില്ല. പയറിൻ്റെ കൂടെ ഇടാവോ, ഇടാൻ പറ്റിയില്ലേ. അങ്ങനെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. അടുത്തത് മീൻ വറുക്കാം. പയറുപ്പേരി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്തി വെച്ചു. എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ മീൻ വറുക്കാം. ഒത്തിരി പാത്രം ചീത്തയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ കഷ്ണമെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ സ്റ്റൗവ് ഒരു ഒത്തിരി ചരിഞ്ഞായിരിക്കുന്നത്. ഈ സൈഡിലോട്ടൊരു കുഴിവുണ്ട്. പിന്നെ എനിക്ക് എന്നാൽ ഫ്ലോറിൻ്റെ ആയിരിക്കും, അങ്ങനെ ഫ്ലോറ് അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എണ്ണയെല്ലാം ഒരു സൈഡിൽ വന്ന് കിടക്കും. അങ്ങനെ ഇപ്പോൾ ഓക്കെ. എന്നാലും ഈ സൈഡിൽ എണ്ണ കൂടുതലാണ്. നമുക്ക് ഇത്തിരി ഇത് പൊക്കി വെച്ച് കൊടുക്കാം. ഒരിത്തിരി ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ പാത്രം ഒരിത്തിരി കൂടെ ലെവലായിട്ട് അവനവിടെ കിടന്ന് മതിയട്ടെ. രണ്ടുപേരും അടുക്കളയിൽ ഇരിപ്പാണേ. അവനവിടെ എന്തോ പരിശോധിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും മേളിൽ നോക്കിയിരിക്കുക. എന്താ നോക്കുന്നതെന്ന് എനിക്കറിയാം. കിട്ടൂ, എന്ത് വേണ്ടേ? ഉറങ്ങാറായില്ലേ? ഉച്ചക്ക് കുഞ്ഞ് ഉറങ്ങുന്നതല്ലേ? അങ്ങനെ മീൻകൂട്ടന്മാരെല്ലാം ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. കരിക്ക് കയറ്റി വെക്കാം. എണ്ണയൊക്കെ ഒന്ന് പോട്ടെ. സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ എൻ്റെ കറിയെല്ലാം റെഡിയായി. അച്ചുക്കുട്ടി എത്തിയില്ല കേട്ടോ, അതിന് മുന്നേ കറിയെല്ലാം റെഡിയായി. മോര് കറിയൊക്കെ വെക്കാൻ എത്ര നേരം വേണമല്ലേ. പിന്നെ മീൻ വറുത്തത് മാറ്റി. നമ്മുടെ പയറുപ്പേരി പോരെ. പിന്നെ സൈഡിലൊരിത്തിരി ഇഞ്ചിക്കറിയോ ഒക്കെ വെച്ചാൽ മതി. അതൊക്കെ മതി. കുശാലായിട്ട് ചോറുണ്ടാവും.